This is me Harris from ZodEDU. Welcome to Zod Online English Training Program. Today we're going to learn how to use a and an. ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾ, ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആളുകളും ചിലപ്പോഴെങ്കിലും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു പാർട്ടാണ് എ ആൻഡ് ആൻ. അതുപോലെ സ്റ്റുഡൻസ് ബിഗിനർ ലെവലിലുള്ള ലാംഗ്വേജ് ലേണേഴ്സ് എല്ലായ്പ്പോഴും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ഏരിയയാണ് എ ആൻഡ് ആൻ. So let's get started. The difference between a and an. എയുടെയും എൻ്റെയും ഡിഫറൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. എ ആൻഡ് ആൻ ആർ കോൾഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. എയിനെയും ആനിനെയും നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നാണ് വിളിക്കാറുള്ളത്. സോ എ ആൻഡ് ആൻ ഹാവ് ദ സെയിം മീനിങ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ടിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. എന്നാൽ അതിൻ്റെ ഡിഫറൻസ് എപ്പോഴും അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന വേർഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഫോർ എക്സാമ്പിൾ, when the next word starts with a consonant sound, we use a. എന്റെ ശേഷം വരുന്ന വാക്ക് ഒരു കോൺസണന്റ് സൗണ്ടിലാണ് തുടങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മൾ എ എന്നുള്ളത് പ്രൊനൗൺസ് ചെയ്യുന്നത്. So look at the first example. A bag. Bag എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ സൗണ്ട് ബ, which is a consonant sound. സോ നമ്മളത് എ ബാഗ് എന്നാണ് പറയുന്നത്. അതുപോലെ താഴെ വരുന്ന ബാക്കിയുള്ള വാക്കുകളെല്ലാം നമ്മളൊരു കോൺസണന്റ് സൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എ കാറ്റ്, എ ബസ്, എ ഫോക്സ്, a girl, a tree. എന്നാൽ an ഉപയോഗിക്കുന്നത് ഒരു വവൽ സൗണ്ടിന്റെ കൂടെയാണ്. When the next word starts with a vowel sound, we use an. ഇംഗ്ലീഷിലുള്ള വവൽ ലെറ്റേഴ്സ് നമുക്കറിയാം, എ ഇ ഐ ഒ യു. എന്നാൽ വവൽ സൗണ്ടിൽ വരുമ്പോഴാണ് നമ്മൾ സാധാരണ an വെച്ചിട്ട് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, an apple, an elephant, an ice cream, an orange, an umbrella, an actress. But we need to be careful. The sound of the letter is important, not the letter. നമ്മുടെ സൗണ്ട് ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം, ലെറ്റർ അല്ല ഇമ്പോർട്ടൻ്റ് വരുന്നത്. സോ യു ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾ, എ ഹോസ്, ആൻ അവർ. നമ്മൾ ഹോസ് എന്ന് പറയുമ്പോൾ അവിടെ എച്ച് നമ്മളതിനെ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട് അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ എ ഹോസ് എന്ന് പറയുന്നത്. ബട്ട് അവ എന്ന് പറയുമ്പോൾ എച്ച് അവിടെ സൈലൻ്റ് ആണ്. സോ വി സേ ദാറ്റ് ആൻ അവർ. Look at another example. An umbrella, a university. നമ്മൾ അംബ്രല്ല എന്ന് പറയുന്ന സമയത്ത് an umbrella എന്നാണ് പറയുന്നത്, ബിക്കോസ് ദ സൗണ്ട് ഈസ് അ. അല്ലെ, ഫസ്റ്റ് വരുന്ന സൗണ്ട് അ എന്നുള്ളതാണ്. ദാറ്റ്സ് എ വവൽ സൗണ്ട്. ബട്ട് when we say a university എന്ന് പറയുന്ന സമയത്ത് the sound is a consonant sound. It's u. അത് അ എന്നുള്ള സൗണ്ടിലല്ല വരുന്നത്, യു എന്നുള്ള സൗണ്ടിലാണ് വരുന്നത്. സോ വി പ്രൊനൗൺസ് ഇറ്റ് എ യൂണിവേഴ്സിറ്റി. ഈ റൂൾസ് നമ്മൾ നൗണിന്റെ കൂടെ വരുന്ന സമയത്താണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ നൗണിന് മുൻപ് നമ്മൾ ഒരു അഡ്ജക്റ്റീവ് വന്നു കഴിഞ്ഞാലും ആഡ്വേർബ് വന്നു കഴിഞ്ഞാലും ഈ റൂൾസ് അപ്ലിക്കബിൾ ആണ്. നമ്മൾ അഡ്ജക്റ്റീവ്സിനും ആഡ്വേർബിനും നമ്മൾ എയും ആനും ചേർക്കാറില്ല. ബട്ട് ഒരു നൗണിന്റെ കൂടെ വരുമ്പോൾ നമ്മൾ ഈ റൂള് അപ്ലിക്കബിൾ ആണ്. Look at the next example. Smart boy, very beautiful day, green apple. ഇവിടെ നമ്മൾ എ ആണോ ഏനാണോ ഉപയോഗിക്കുന്നത്? ലെറ്റ്സ് ലുക്ക് അറ്റ് ഇറ്റ്. എ സ്മാർട്ട് ബോയ്, എ വെരി ബ്യൂട്ടിഫുൾ ഡേ, എ ഗ്രീൻ ആപ്പിൾ. Look at some other examples. Early bird, interesting story, honest man. ഇവിടെ നമ്മൾ എ ആണോ ഏനാണോ ഉപയോഗിക്കുന്നത്?
Yes, an. An early bird. An interesting story. An honest man. Now let's practice. Do we use a or an? Look at the first one. Elephant. An elephant. Pen. A pen. Book. A book. Ox. An ox. Small class. A small class. Ugly cat. An ugly cat. Actor. An actor. Restaurant. A restaurant. Uniform. A uniform. English teacher. An English teacher. So I hope you understand. അപ്പോൾ എയും ഏനും എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. So let's come with some other video. For more updates, youtube.com/ZodEDU.